ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കാൻ ലീഗ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ന് വന്നാൽ ആ സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കില്ല. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വലിച്ചെറിയും. ഞങ്ങൾക്ക് ഒരു കാളിയുടെയും ഒരു ലീഗ് ഓഫീസിന്റെയും അംഗീകാരം വേണ്ട. ഈ രാജ്യത്ത് ഹിന്ദുക്കളായിട്ട് ജീവിക്കണമെങ്കിൽ RSSന്റെ ഓഫീസിൽ നിന്നും BJPയുടെ ഓഫീസിൽ നിന്നും തിട്ടൂരം വേണം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് പറയും ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളും. അതുപോലെ തന്നെയാണ് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ ലീഗിന്റെ തിട്ടൂരം വേണം, ലീഗിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്ന തീരുമാനത്തെ നമ്മൾ കാണാൻ. മുസ്ലിം ലീഗ് BJP ആണ്. ഇത് പറയുന്നത് മാത്രമല്ല, മുൻ മുസ്ലിം ലീഗ് നേതാവ് പിന്നീട് ലീഗിന്റെ ഔദാര്യത്തിൽ പ്രൊഫസറായി മാറിയ, ഹിസ്റ്ററി ടീച്ചറായി മാറിയ KT ജലീൽ പറഞ്ഞൊരു കാര്യമാണ്, RSS ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് RSS വൽക്കരിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണോ അതേ പ്രശ്നമാണ് ഇപ്പോൾ വഖഫ് ബോർഡിലും പല ബോർഡിലും നടന്നത്. കാരണം ലീഗ് എല്ലായിടത്തും അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് RSSഉം BJPയും അതുപോലെ തന്നെ മറുവശത്താണെന്നുണ്ടെങ്കിൽ ലീഗും. RSSനും BJPയും പ്രത്യേകത ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട തീവ്ര ടീമുകളാണ് RSSലും BJPയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ലീഗിലും നടക്കുന്നത്. മുസ്ലിം തീവ്ര നിലപാടുള്ളവർ മാത്രമാണ് ലീഗിൽ നിൽക്കുന്നത് എന്നുള്ള ഗുരുതര ആരോപണം വെച്ചിട്ട് മാത്രമല്ല അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ലീഗിന് പേടി, അതുകൊണ്ടാണ് ലീഗിന്റെ പല MPമാരും പാർലമെന്റിൽ പോയി ഒരു അക്ഷരം ഉണ്ടാണ്ട് വെറുതെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം. മാത്രമല്ല മൂന്നാമത്തെ ഒരു കാര്യം, സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയാണ് ലീഗ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് താഴെ തട്ടുള്ളവനെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വെറും സമ്പന്നര് മാത്രമായിരിക്കും അതിന്റെ ഉന്നത സ്ഥാനത്തുണ്ടാവുക. ബാക്കിയുള്ളവരെല്ലാം അനുയായികളെല്ലാവരും പാവപ്പെട്ട മുസ്ലിങ്ങളായിരിക്കും. പക്ഷെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് വലിയ മുതലാളിത്ത മുസ്ലിങ്ങൾ മാത്രമായിരിക്കും എന്നുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ വർഗീയത വളർത്തുന്നത്, കേരളത്തിൽ വർഗീയത വളർത്തുന്നതിൽ മുഖ്യ പങ്കുള്ളത് BJPക്കാണ്. അതേപോലെ തന്നെ മറ്റൊരു പങ്ക് ലീഗിനാണ് എന്നുള്ളത് പലയിടത്തും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങൾക്ക് ലീഗിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നു. ലീഗിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ മുസ്ലിം അല്ലാണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് ജലീൽ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതല്ലാണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. വഖഫ് ബോർഡെല്ലാം പൂർണ്ണമായും കണ്ടും കൈയടക്കാനാണ് ജലീൽ നോക്കുന്നത് എന്നുള്ളത്. അപ്പൊ ശരിക്ക് എന്തൊക്കെയാണ് ഇപ്പൊ ജലീൽ പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? സമ്പന്നർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പാർട്ടിയാണോ ലീഗ്? ലീഗിനെ കുറിച്ചല്ല, ജലീലിന്റെ അഭിപ്രായത്തെ കുറിച്ച് പറയുമ്പോൾ ലീഗും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെമിറ്റിക് മതത്തിന്റെ പശ്ചാത്തലമാണ്. RSS ചെയ്യുന്നത് സെമിറ്റിക് അല്ലാത്തൊരു മതത്തെ സെമിറ്റിക് ആക്കി കൊണ്ടുവരാനാണ്. സെമിറ്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ സംഘടിത മതമാക്കി മാറ്റാനാണ് നോക്കുന്നത്. നമ്മൾ സംഘടിക്കണം, നമ്മളെ എല്ലാവരും എല്ലാം അത്തരം ഭയം വിളതറി വളരാനാണ് RSS നോക്കുന്നത്. അതിന്റെ ലീഗ് അതിനിടയ്ക്കൊരു കുഷനായിട്ട് നിൽക്കുന്നുണ്ട്. ലീഗിലും അത്തരം ശക്തികളുണ്ട്, അവരെ എതിർക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബീഫ് ഫെസ്റ്റിവൽ നടത്തി. എവിടെയാണ്? കോഴിക്കോട് ഇങ്ങനെയുള്ള പാർട്ടി, അതായത് DYFI എന്ന് പറഞ്ഞ സാധനം ബീഫ് ഫെസ്റ്റിവൽ നടത്തി. വളരെ നല്ല കാര്യം, വിപ്ലവകരമായ കാര്യം. അവിടെ പശുവിനെ കൊല്ലുന്നവനെ ഹരിയാനയിലും മധ്യപ്രദേശിലും തല്ലിക്കൊല്ലുന്നു എന്നുള്ള സ്ഥിതി വരികയും ചെയ്തായിരുന്നു അവിടെ. അപ്പോഴാണ് ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ ഒരു പ്രതിരോധം തീർക്കുകയാണ്. അതായത് മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കണം, അവരെ തല്ലിക്കൊല്ലുകയാണ്, അവർ ബീഫ് ഇഷ്ടപ്പെടുന്നു. ഓക്കെ, എഗ്രി ചെയ്തു. ഇതേ ജലീൽ തന്നെ ഒരു പോർക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമോ ആരെങ്കിലും നടത്തിയാൽ? ഹിന്ദുക്കൾ RSSനോട് കടന്നു വരാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നാളെ പോർക്ക് ഫെസ്റ്റിവൽ നടത്താൻ ഇങ്ങനെയുള്ള സമയം തന്നെയായിരിക്കും. അതെ, ഇതിപ്പോ RSS ഇതുപോലെ പോർക്ക് ഫെസ്റ്റിവൽ നടത്തി കഴിഞ്ഞാൽ അതുപോലെ ക്രിസ്ത്യാനികൾ ജോയിൻ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി BJP RSS ഭാഗത്തോട്ട് പോകും എന്നുള്ള സാധനം കാണുന്നുണ്ട്. അപ്പൊ ആ പോർക്ക് ഫെസ്റ്റിവൽ ആരെയെ സഹായിച്ചത്? ശരിക്കും BJPയെ വളർത്താൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ പറഞ്ഞ പോലെ ഈ ബീഫ് ഫെസ്റ്റിവൽ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. ബീഫ് ഫെസ്റ്റിവൽ BJP വളർത്തി BJPക്ക് അനുകൂലമായ മാനസിക സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ BJP ജയിക്കില്ല എന്ന് കാണുമ്പോൾ ആന്റി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ, ലീഗ് വിരുദ്ധരെ എവിടെ വോട്ട് ചെയ്യും? കോൺഗ്രസിന് വോട്ട് ചെയ്യും. അങ്ങനെ ഒരു മെച്ചം കോൺഗ്രസിന് കിട്ടി. പോർക്ക് ഫെസ്റ്റിവലൊക്കെ നടത്തി മുസ്ലിങ്ങളെ ഇത്രയും വ്യാപകമായി സംഘടിപ്പിച്ചിട്ടും 2021 ഇത്രയും 4-5 വർഷം കൊണ്ട് തീർന്നു പോയില്ലേ ആ സംഘടനയുടെ ശക്തി മുഴുവൻ? എന്തുകൊണ്ട്? ലീഗ് പിന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിലെ മുസ്ലിങ്ങളുടെ ഇടയിലെ BJP എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ജനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ലീഗിന്റെ കൂടെയല്ലേ നിൽക്കുന്നത്? എല്ലാ സീറ്റും കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ വിജയ ശതമാനം ഇറക്കാം. ഇന്നലെ നമ്മളെ അമ്പലപ്പുഴ MLA സുധാകരൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മുന്നണിയുടെയും ഭാഗമല്ലാണ്ട് ലീഗ് ഒറ്റക്ക് നിന്നാൽ ലീഗിന് 25 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ 25 സീറ്റ് ഒറ്റക്ക് നിന്നാൽ കിട്ടും. ഇപ്പം മീൻസ് ലീഗ് ഒന്നുകൂടി ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ മലബാറിൽ മാത്രം തന്നെ 22 മുതൽ 25 സീറ്റോളം വരെ ഒറ്റക്ക് നിന്ന് മത്സരിച്ച് ശേഷിയുള്ള
അത് പക്ഷെ അവിടെ അത് ഇല്ലാതാകുന്ന സാഹചര്യം വരുത്തുക എന്ന് പറഞ്ഞാൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം CPM-നുണ്ട്. CPM-നായുള്ള ഹിന്ദു വോട്ടുകളിൽ ഉറപ്പുള്ള വോട്ടെന്നാണ് 70 വിഭാഗത്തിന്റെ വോട്ടുകൾ. പിന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏതാ? സവർണ എന്ന് പറയുന്ന ആരാന്ന് എനിക്കറിയത്തില്ല. സവർണ ഹിന്ദുക്കളുടെ വോട്ടുകൾ CPM-ന് കിട്ടാൻ ചാൻസ് കുറവ്. അത് ഒന്നിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ BJP-യിലോട്ട് പോകും. പിന്നെ അതുപോലെ ക്രിസ്ത്യൻസ് ചർച്ച് വിമോചന സമര കാലം തൊട്ട് ആർക്കെതിരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാ. അതൊരു രക്തത്തിൽ കലർന്ന പോലുള്ള എതിർപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാനും CPM-ന് സാധിക്കില്ല. പിന്നെയുള്ളത് വളരെ പെട്ടെന്ന് സെന്റിമെന്റലായ വൈകാരികമായ കാര്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വഴിയിൽ ചാടിക്കാവുന്ന ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെ ചാടിക്കുന്നു പറഞ്ഞാൽ ഇവിടെ അവിടെ പാലസ്തീനിൽ ഇസ്രായേലുമായിട്ട് തർക്കം ഉണ്ടായാൽ ഇവിടുത്തെ മുസ്ലിം സമരത്തിന് വരും. അതുപോലെ തന്നെയാണ് ഇവിടെ ജയേന്ദ്ര സരസ്വതി എന്ന് പറയുന്ന സന്യാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സന്യാസിയെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ ഇടുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടെ RSSകാർ സമരം ചെയ്തു. വേറെ എങ്ങും ഉണ്ടായില്ലെന്നേ. ഈ ജയേന്ദ്ര സരസ്വതി ഹൈന്ദവ സമൂഹത്തിന്റെ നേതാവാണെങ്കിൽ കേരളത്തിന് പുറത്തുണ്ടാകണ്ടേ? ഉണ്ടായില്ല. അതുപോലെ മുസ്ലിംസിന്റെ കാര്യത്തിൽ വേറെ ലോകരാജ്യം സൗദി അറേബ്യ പോലും ഉണ്ടായില്ല. ഇവിടെയാണ് സമരം. അപ്പൊ അത്തരം ചേരിതിരിഞ്ഞ് കാര്യങ്ങൾ നോക്കാൻ നടത്തുന്ന ലീഡർഷിപ്പ് ഈ മതങ്ങൾക്കുണ്ടാകുമ്പോൾ സംഘർഷം കൂടും. സദ്ദാം ഹുസൈനെ വധശിക്ഷയ്ക്ക് ശേഷം കേരളത്തിൽ പ്രകടനം നടന്നു. ഇവിടത്തെ കോൺഗ്രസ്സുകാർ പോലും വിളിച്ചു ഞങ്ങളുടെ സദ്ദാം രാജീവ് ഗാന്ധി. അന്ന് രാജീവ് ഗാന്ധി ഉള്ള സമയമാണ്. ഞങ്ങളുടെ സദ്ദാം രാജീവ് ഗാന്ധി. അതിന്റെ അർത്ഥം തന്നെ ഇതിനെ അവരുടെ വർഗീയമായ കാഴ്ചപ്പാടുള്ളവരെ ചേർത്ത് പിടിക്കാനായിട്ടാണ് ആര് നോക്കുന്നത്? ഇപ്പം മദനിയെ ഉള്ള അച്യുതാനന്ദനും മദനിയും കൂടെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ പിണറായി വിജയൻ മദനിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു വശത്ത് മദനി വർഗീയവാദി എന്ന് പറയും. രണ്ടും കൂടെ ശരിയാകുമോ? ഇല്ല. ഇത് രണ്ടും കൂടെ ശരിയാകുമോ? അപ്പൊ ആ കാഴ്ചപ്പാടാണ് ഇവിടെ ശരിക്കും വർഗീയത വളർത്തി BJP-ക്ക് ഫുട്ബോൾ ഉണ്ടാക്കി കൊടുത്തത്. ഹിന്ദുക്കളുടെ കാര്യം ആരും നോക്കാനില്ല. കോൺഗ്രസും CPM-ഉം എല്ലാം മുസ്ലിംസിന്റെ കാര്യം നോക്കാനാണ് പോകുന്നത്. ജനങ്ങളുടെ കാര്യം എന്ന് പറയുന്നില്ല. ഇതെല്ലാം ജനങ്ങളാണ്. ഇതെല്ലാം അവിടെ മലപ്പുറത്തെ ആരും ജനിച്ചാലും ഇവിടെ ജനിച്ചാലും ജനങ്ങൾ തന്നെയല്ലേ. ഇവിടെ ജനിച്ചവർ കേരളത്തിൽ ജനിച്ചവരല്ലേ. അവരുടെ ഇടയിൽ ഈ ചേരുതിരിവ് ഉണ്ടാക്കി വേണം വിഷം കുത്തിവെച്ചിട്ട് വേണം തങ്ങൾക്ക് വോട്ട് കിട്ടാൻ. കോൺഗ്രസിന് പ്രത്യേകിച്ച് അങ്ങനെ കുത്തിവെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. CPM ഉണ്ടാക്കുന്ന വിഷത്തിന്റെ അനുകൂല ഫലം പലപ്പോഴും കിട്ടാറ് കോൺഗ്രസിനാണ്. അതിലും പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ദേവസ്വം ബോർഡ് RSS വൽക്കരിച്ചാൽ എന്താണോ സംഭവിക്കുക അത് തന്നെയാണ് വഖഫ് ബോർഡും ഹജ്ജ് കമ്മിറ്റിയും ലീഗ് ഭരിച്ചാൽ ഉണ്ടാവുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ UDF ജയിച്ച സ്ഥിതിക്ക് ഹജ്ജ് കമ്മിറ്റിയിലും പല കമ്മിറ്റികളിലും ഈ പറഞ്ഞ പോലെ ലീഗിന്റെ സ്വാധീനം വരാൻ പോകും. അപ്പൊ അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നത് അല്ല, അവിടെ ജലീലിന്റെ കാപട്യം അല്ല കള്ളത്തരം കൃത്യമായിട്ട് മനസ്സിലാവും. ആ വാദം ഒന്ന് എടുത്തു വായിച്ചത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ദേവസ്വം ബോർഡ് RSS വൽക്കരിച്ചാൽ എന്താണോ സംഭവിക്കുക അത് തന്നെയാണ് വഖഫ് ബോർഡും ഹജ്ജ് കമ്മിറ്റിക്കും ലീഗ് ഭരിച്ചാൽ ഉണ്ടാവുക. സമ്മതിച്ചു. ആ ഭാഗം സമ്മതിച്ചു. ആ ജലീൽ ഉപയോഗിച്ച ഭാഷ കണ്ടോ? വഖഫ് ബോർഡ് ഹജ്ജ് കമ്മിറ്റിയൊക്കെ ലീഗ് വൽക്കരിച്ചാൽ മുസ്ലിം വൽക്കരിച്ചാൽ ലീഗ് മുസ്ലിംസിന്റെ സ്ഥാനാർത്ഥി എല്ലായിട്ട് ഒരാളിട്ടാ പറയത്തില്ലേ? അത് ഇങ്ങനെ മുസ്ലിം വൽക്കരിച്ചാൽ എന്ത് സംഭവിക്കും? അതല്ലേ പറയേണ്ടത്. എല്ലാ ലീഗുകാരും മുസ്ലിം ലീഗുകാരാണ് അല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ ലീഗ് വൽക്കരിച്ചാന്ന് പറഞ്ഞാൽ ലീഗിനുള്ള നല്ല ശതമാനം സംബന്ധിച്ചു അധികാരത്തിലിരിക്കുന്നത്. പക്ഷെ ആ വാക്ക് മാറ്റി പറയണ്ടേ? മുസ്ലിം അല്ലാത്ത ഒരാളെ കൊണ്ടുപോകും ആരെങ്കിലും വേറെ ഏത് പാർട്ടിയാണെങ്കിലും. ഇപ്പൊ ലീഗിന് മുസ്ലിം അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളെ എടുക്കുന്നേ. അതുപോലെ ഹിന്ദു വൽക്കരിച്ചാലെന്ന് പറയണം. RSS അല്ല വേണ്ടത്. RSS അല്ല വേണ്ട. RSSന്റെ കാഴ്ചപ്പാടല്ല ഭൂരിഭാഗം ഹിന്ദുക്കൾക്ക്. അത് ചാർത്തി കൊടുക്കണം. ഹിന്ദുക്കളെ RSSകാരാക്കുന്ന പ്രസംഗം ലീഗിന്. അതുപോലെ ലീഗുകാരെ മുഴുവൻ പേരെ ലീഗുകാരാക്കുകയാണ്. എൻ്റയർ മുസ്ലിംസിനെ ലീഗുകാരാക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഹിന്ദുക്കൾ RSS ചേരാത്ത ഹിന്ദുക്കളെ പോലും RSSകാരും. ഈ രണ്ടും കൊണ്ടുള്ള ക്ലാസ് ഉണ്ടാക്കുക. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ട്രാറ്റജിയാണ്. എന്നിട്ട് അതിൽ ഒരു കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുമെന്നുള്ള ആ കുടിലമായ ശ്രമമാണ് ജലീൽ നടത്തിയത് ഈ കാര്യത്തിൽ. മാത്രമല്ല ജലീൽ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ച മറ്റൊരു വാക്കുണ്ട്. LDF സർക്കാർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം നടത്തുന്നതാണ്. കഴിഞ്ഞ LDF സർക്കാരിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾക്ക് ഒരു മാറ്റം ആഗ്രഹിച്ചു. ആ മാറ്റത്തിന്റെ ദുരിതമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജനങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ടാണ് ജനങ്ങൾ തോൽപ്പിച്ചത്, പിണറായി വിജയനെ തോൽപ്പിച്ചതെന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ലാഞ്ഞിട്ട് മുത്തലാക്കിയില്ലേ ജനങ്ങൾ? അതെ, CPM-നെ അല്ലെ ജലീലിനെ മുത്തലാക്കിയില്ലേ? അല്ലേ പറഞ്ഞു വെക്കുന്നത്. ജലീൽ സ്വയം പറഞ്ഞു നോക്കിയ മാറ്റം ആഗ്രഹിച്ചു. പിന്നെ ജലീലിന് മാറ്റം ആഗ്രഹിച്ചെങ്കിൽ അതിന്റെ തൽക്കാലത്തെങ്കിലും മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്താണെന്ന് പറയണ്ടേ? ഈ കാരണങ്ങൾ പറയണോ? വർഗീയത കൊണ്ടാണ് തോറ്റെന്ന് പറയണോ? മറ്റ് ഇതുവരെ തോറ്റതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. തർക്കം നടക്കുക. എന്തുകൊണ്ട് അടുത്ത വർഷം തോറ്റു? ജലീൽ പറഞ്ഞാൽ പോരെ ഇന്ന കാരണം കൊണ്ടാണ് തോറ്റത്. ജലീലിന്റെ കാര്യം അംഗീകരിക്കില്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ജലീല് നാളെ
BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ള ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ അല്ല CPM-ന്റെ മുസ്ലിം നേതാവ് ജലീലായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അബ്ദുള്ളക്കുട്ടിക്ക് ശേഷം അബ്ദുള്ളക്കുട്ടിക്ക് ശേഷം വളരാൻ പോകുന്ന BJP നേതാവായിരിക്കും. കാരണം അബ്ദുള്ളക്കുട്ടിയേക്കാൾ മാർക്കറ്റ് ഉണ്ട് ജില്ലയിൽ, വാല്യൂ ഉണ്ട്, മാർക്കറ്റിംഗ് വാല്യൂ, വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അത് ഇന്നത്തെ സംസാരത്തിന്റെ ട്യൂൺ അതാണ്. ഞാൻ ആദ്യം ലീഗിനെ കുറ്റം പറയുക, മുസ്ലിം പറ്റി ഒന്നും ഉണ്ടായിരിക്കുക, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. PDP ഒക്കെ ഇതിനേക്കാളൊക്കെ എത്ര വർഗീയതയുള്ള കക്ഷികളാണ്. എന്നോട് ചോദിച്ചാൽ പറയും കേരളത്തിലെ ഏക മതേതര കക്ഷി മുസ്ലിം ലീഗാന്ന് പറയും. ഇവിടുത്തെ പല വർഗീയ സംഘടനകളും ഒഴിവാക്കിയത് മാറാടത്തിരി എക്സൈഡ് എഴുതിയതും എന്നാൽ പോലും പല സംഘടനകളും പലയിടത്തും തിരുവനന്തപുരത്തും എല്ലാം ഇത് ഒഴിവാക്കാൻ മുന്നിൽ നിന്ന ലീഗാ. പലയിടത്തും തലശ്ശേരി കലാപം തുടങ്ങി വെച്ചു. പക്ഷെ സഡൻ ബ്രേക്കിട്ടത് നിർത്താൻ പറ്റി. ലീഗിന്റെ ഇടപെടൽ അവിടെ കൂടുതലായിട്ടുണ്ടായത്. ഇത് മാർത്തിച്ചാൽ ഞങ്ങളാ മുസ്ലിംസിനെ രക്ഷിക്കാൻ പോയത്. അവൻ വേറെ ഷാപ്പിൽ കരക്കച്ചവടത്തിന് പോയനാ. അതിനെ കുത്തിക്കൊന്ന് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ലീഗുകാരെ ആക്രമിക്കും. അതിന്റെ ശ്രമത്തിൽ മരിച്ചാണ്. അപ്പൊ ഇത്തരം മതത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുതരം വൃത്തികെട്ട രാഷ്ട്രീയം, അതിന്റെ ആശാന്മാരാണ് ജലീലും CPM-മാർ. പക്ഷെ CPM-ന് പലപ്പോഴും ഇവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇഷ്യൂ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന്റെ മെച്ചം കൊണ്ട് ആര് പോകുന്നറിയോ? കോൺഗ്രസ് പോകും. ഇത്തരം കളി കളിക്കാൻ കൂടുതൽ അറിയാവുന്ന കോൺഗ്രസ്സാണ്. ജനങ്ങൾക്ക് പൊതു സ്വീകാര്യതയുള്ള പ്രവർത്തകരും കോൺഗ്രസിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വീകാര്യതയുണ്ട്, കുറെ തൊഴിലാളി സംഘടനകളുടെ സ്വീകാര്യതയാണ്, മറ്റതില്ല. ജലീലിനെ പറ്റി കുഴപ്പമില്ല. കോൺഗ്രസ് വളർന്നി CPM വെറുതെ കാലത്തരം പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ട് ലീഗിനെ ഞങ്ങളെ വളർത്തിക്കോളാം സംരക്ഷിച്ചോളാം എന്ന് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി ആരാ? അന്നാലോചിക്ക്. ലീഗിന്റെ അത്ര വോട്ടേ അഖിലേന്ത്യാ തലത്തിൽ കൊള്ളൂ. അഖിലേന്ത്യാ തലത്തിലെ ഒരു മുസ്ലിം ലീഗ് പോലെ ചെറിയ പാർട്ടിയാണ് CPM. ആ സത്യം കൂടെ അംഗീകരിക്കണ്ടേ? ആ CPM ഇവിടുത്തെ മുസ്ലിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് പറയണം? അത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് പറയണം? അതിനാണ് ഇയാളെ മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇയാളുടെ കണ്ണ് എവിടെയാ? നല്ല സ്ഥാനങ്ങളിലാണ്, BJP-യിലാണ്. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും BJP-ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും അവിടെ KT ജലീലും കാണും, മറുകണ്ഠം ചാടും.